മധുരനമ്പരക്കാരി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിത്യയുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ജീവൻ. അതിനായിട്ട് നിത്യയുടെ ഒരു കൂട്ടുകാരിനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ജീവൻ കാണുന്നുണ്ട്. അങ്ങനെ ജീവൻ ആ പെൺകുട്ടിയെ വിളിച്ച് ഒറ്റക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയണേ, അതെ, ഞാൻ നിത്യയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ജീവനുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണ്, അവൻ എൻ്റെ ഫ്രണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് കളയാമെന്ന് വിചാരിച്ചത്. ഞാനും അവനും അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സാണ്. അല്ല, നിത്യയുടെ കൂട്ടുകാരിയല്ലേ താൻ, അപ്പോൾ നിത്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. വീട്ടുകാർക്ക് അറിയുന്നതിലപ്പുറം ഒരു സുഹൃത്തിനറിയാമല്ലോ. അന്നേരം ആ പെൺകുട്ടിക്കാണെങ്കിൽ ജീവൻ്റെ ഈ സംസാരം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ പെൺകുട്ടി ചോദിക്കുക, എന്താ തനിക്ക് പറയേണ്ടത്? ആ സമയം ജീവൻ പറയണേ, അത് പിന്നെ നിത്യക്ക് പ്രേമം മറ്റുമുണ്ടോ? ആരെങ്കിലുമായിട്ട് നിത്യ പ്രണയത്തിലാണോ? ജീവൻ്റെ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് എന്ത് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ആ കുട്ടിയാണെങ്കിൽ പറയുക, അതെ, നിങ്ങൾ കണ്ടപ്പോൾ തൊട്ട് എനിക്കെന്തൊരു പന്തികേട് മണിക്കുന്നുണ്ട്. ആ പെൺകുട്ടി തന്നോടൊട്ട് സഹകരിക്കാത്ത കാണുമ്പോൾ ജീവനങ്ങ് ദേഷ്യം വരുവാ. അതെന്താ നീ അങ്ങനെയൊക്കെ പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താ? നിനക്കെന്തോ മറച്ചു വെക്കാനുണ്ട് അല്ലേ? നിത്യയെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യം നിനക്കറിയാം. അത് നിനക്ക് എന്നോട് പറയാൻ താല്പര്യമില്ല. അത് പുറത്തറിഞ്ഞാൽ നാറ്റക്കേസാകുന്ന വിഷയമായിരിക്കും. അതല്ലേ നീ ഇങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് ആ പെൺകുട്ടിയോട് തർക്കിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് എത്തുന്ന നിത്യ അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. നിത്യയെ കാണുമ്പോഴാണെങ്കിൽ ജീവൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാകുവാണ്. ഈ സമയം നിത്യ ആ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുവാണ്. അന്നേരം ആ പെൺകുട്ടി പറയണേ, നിന്നെ കെട്ടാൻ പോകുന്ന പയ്യൻ്റെ കൂട്ടുകാരനാണെന്ന് എന്നോട് പറഞ്ഞത്. മാത്രമല്ല, നിനക്ക് പ്രണയമുണ്ടോ? നീ വേറെ ആരോഗ്യമായിട്ട് പ്രേമത്തിലാണോ? കോളേജിലെ പയ്യന്മാരുമായിട്ട് നിനക്ക് കണക്ഷൻ ഉണ്ടോ? അങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കൂട്ടുകാരിയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിത്യക്ക് വല്ലാതെ ടെൻഷനാകുവാണ്. നിത്യ വിചാരിക്കണേ, എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത്? നിത്യയുടെ ഉള്ളിലാണെങ്കിൽ ഓൾറെഡി ജീവനെക്കുറിച്ച് എന്തോ ചില സംശയങ്ങളൊക്കെ കയറിക്കൂടിയിട്ടുണ്ട്. ജീവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് നിത്യ ഉറപ്പിക്കുവാണ്. ഇതേ സമയം കാറിൽ തിരിച്ചു പോകുവാണ് ജീവനാണെങ്കിൽ വല്ലാതെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശരവണനും കൂടെ കാറിലുണ്ടാകും. കാർ സ്പീഡിൽ ഓടിച്ചു പോകുമ്പോൾ ശരവണനാണെങ്കിൽ അവിടെ മുറുകെ പിടിച്ച് പേടിച്ച് പറിച്ചിരിക്കുവാണ്. അന്നേരം ജീവൻ അലറിക്കൊണ്ട് പറയണേ, അവളെക്കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും എനിക്കറിയണം. ഇന്ന് തന്നെ എനിക്കതറിഞ്ഞേ പറ്റൂ, അല്ലാതെ ഞാനിനി അടങ്ങിയിരിക്കില്ല എന്നും പറഞ്ഞ് അങ്ങ് കാലുതുള്ളി വണ്ടി ഓടിച്ച് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ അച്ഛൻ വരമ്പത്തോടെ നടന്നു പോകുമായിരിക്കും. പെട്ടെന്ന് ചെറിയൊരു അസ്വസ്ഥത തോന്നുവാണ്. അങ്ങനെ അവിടെ തലറിഞ്ഞു വീഴാൻ പോകുമ്പോഴേക്കും അവിടെ എത്തുന്ന ഹരി ഓടി വന്ന് സാധാരണ പിടിച്ചെടുത്തുകയും വെള്ളവും മറ്റും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുപറ്റി? കൂടുതലായിട്ട് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അയ്യോ വേണ്ട മോനെ, അതൊന്നും സാരമില്ല. പെട്ടെന്ന് വെയിലൊക്കെ കൊണ്ട് ചെറിയൊരു ക്ഷീണം തോന്നി, പക്ഷെ ഇപ്പം കുഴപ്പമില്ല. അന്നേരം ഹരി പറയണേ, എന്താണെങ്കിലും അങ്കിളിനി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം, എൻ്റെ വണ്ടി കയറിക്കോ. അങ്ങനെ ഹരിയുടെ വണ്ടിയിൽ സദാനന്ദൻ വീട്ടിലെത്തുവാണ്. ഈ സമയം ഹരി പോകാൻ തുടങ്ങുമ്പോൾ സദാനന്ദൻ പറയണേ, ഒരു മിനിറ്റ്, എൻ്റെ മോൾ ഉടനെ എത്തും. അവൾ വന്നു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചായ കുടിച്ചിട്ട് പോകാം, മോനകത്തേക്ക് വന്നിരിക്കും. അതിനെന്താ, ഞാൻ വരാം എന്ന് പറഞ്ഞ് ഹരി സദാനന്ദൻ്റെ കൂടെ വീടിനകത്തേക്ക് കയറുവാണ്. ഇതേസമയം കോളേജിൽ നിന്ന് നിത്യം തിരികെ വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിത്യ ഹരി കണ്ടുമുട്ടുമോ? തൻ്റെ ആ കവിത എന്ന് വായിച്ച പെൺകുട്ടി നിത്യയാണെന്ന് ഹരി തിരിച്ചറിയുമോ? ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്